ഞങ്ങളുടെ സുരേഷ് ഏട്ടന് ചില സമയങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചേക്കാം. പക്ഷെ സ്ഥിരം അദ്ദേഹം ഒരു പ്രശ്നക്കാരനാണ് എന്ന് പറയരുത്. കലിംഗ സംവാദത്തിന് ഒരാൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ചിട്ട് കൊടുത്തോട്ടെ. ഇന്ന് ആ അപേക്ഷയുമായിട്ട് വന്നയാളെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും ഒരു ഐശ്വര്യമായിട്ട് കേരളത്തിൽ മാറുന്ന ഒരു അവസ്ഥയുണ്ട്. കലിംഗ സംവാദം വിജയമാണോ പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. BJP-യുടെ പോസ്റ്ററുകളിൽ നിന്ന് കാവി നിറം അപ്രത്യക്ഷമായിരിക്കുന്നു. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് വെളുത്ത നിറമാണ് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് മൊത്തത്തോടെ എങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് ഈ BJP ഉള്ളത്. കലിംഗ സംവാദവും സുരേഷ് ഗോപിയും BJP-യുടെ അന്ത്യം കേരളത്തിൽ കുറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. നമസ്കാരം. സുരേഷ് ഗോപി BJP-ക്ക് ഒരു വെല്ലുവിളിയാകുമോ എന്ന തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കലിംഗ സംവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇന്നിതാ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുൻപിൽ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന് എന്തോ നിവേദനം നൽകാൻ അങ്ങനെ BJP പ്രവർത്തകർ അയാളെ പിടിച്ചു മാറ്റതോ അങ്ങനെ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുകയാണ്. സുരേഷ് ഗോപി ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ എങ്ങനെയാകും? BJP-യെ സഹായിക്കുമോ അതോ എങ്ങനെയാകും അതിന്റെ ഒരു മുന്നോട്ട് പോക്ക്? ഗ്രീഷ്മ, ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഞങ്ങളുടെ സുരേഷ് ഏട്ടന് ചില സമയങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒപ്പിച്ചേക്കാം. പക്ഷെ സ്ഥിരം അദ്ദേഹം ഒരു പ്രശ്നക്കാരനാണ് എന്ന് പറയരുത്. ഉള്ളപ്പോഴൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ സുരേഷ് ഗോപി വണ്ടി കയറുന്ന സമയമാകുമ്പോഴത്തേക്ക് വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു, വണ്ടിയുടെ ഗ്ലാസ്സിലിട്ട് തട്ടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദകേടാണ്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കലിംഗ സംവാദത്തിന് ഒരാൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ചിട്ട് കൊടുത്തോട്ടെ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിക്ക് വഴി കൂടെ പോകുന്ന എല്ലാവരും സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കയറി ട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള രീതിയാണ്. കലിംഗ സംവാദത്തിൽ പുള്ളി പറയുന്നത് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്നാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ശരിയാണ്, അതിനൊക്കെ നമ്മൾ വിമർശിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് ആ അപേക്ഷയുമായിട്ട് വന്നയാളെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്, അതിനൊരു ബഹുമാനം കൊടുക്കണം. പുള്ളിക്ക് ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ള ഒരു തോന്നലൊന്നും ഇല്ല എങ്കിൽ തന്നെയും ജനങ്ങൾ അദ്ദേഹത്തിന് ആ ഒരു ബഹുമാനം കൊടുക്കണം. ഒരു കാര്യം മനസ്സിലാക്കാതെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാരനോട് സല്യൂട്ട് ചോദിച്ചു വാങ്ങിയ MP ആണ് സുരേഷ് ഗോപി. അപ്പൊ സുരേഷ് ഗോപിയെ ബഹുമാനിക്കേണ്ടതൊക്കെ നമ്മൾ ബഹുമാനിച്ചു തന്നെ പോകണം. പക്ഷെ ഇന്ന് ആ ഒരു അപേക്ഷ കാണിച്ചതിനോടൊന്നും നമുക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഭാഗമാണോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ CPM-ന്റെയും ഒരു ഐശ്വര്യമായിട്ട് കേരളത്തിൽ മാറുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം കലിംഗ സംവാദത്തിൽ പങ്കെടുത്ത ഒരു കുടുംബം അതേപടി തന്നെ പോയി കോൺഗ്രസിൽ ചേരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കലിംഗ സംവാദത്തിലൂടെ സുരേഷ് ഗോപി എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേരെ വിപരീതമായ ഒരു ഫലം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് 2025 നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ BJP വളരെയധികം ഒരു മുന്നേറ്റം എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായ ഒരു പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു മെഷീനറി സെറ്റ് ചെയ്ത് വെക്കാൻ ആർക്കും പറ്റും, പക്ഷെ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ് കാര്യം. കാരണം എത്ര വലിയ പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും അത് പ്രവർത്തിപ്പിക്കാൻ ആളില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പിന്നെ അത് ഉണ്ടാക്കിയവൻ്റെ ഗതി എന്തായിരിക്കും? അധോഗതിയായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ ഇപ്പൊ BJP-യുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. BJP-യുടെ രാജീവ് ചന്ദ്രശേഖർ വളരെ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരാളാണ്. ഒരുപാട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ്. അത് കൂടാണ്ട് തന്നെ BJP എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പ്രൊഫഷണൽ PR ഏജൻസികളുടെ ഒക്കെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വലിയൊരു മുന്നേറ്റം കേരളത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ BJP-യുടെ തന്നെ PR-ന്റെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ കലിംഗ സംവാദവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ളത്. സുരേഷ് ഗോപിയെ കാണുന്നവരെല്ലാവരും പറയുന്നത് കലിംഗ് സുരേഷ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി എന്നുള്ള പേരൊക്കെ മാറ്റി സുരേഷ് കലിംഗ് അല്ലെങ്കിൽ കലിംഗ് സുരേഷ് എന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അറിയുന്നത്. പക്ഷെ ഇദ്ദേഹം നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം കാട്ടിക്കൂടുന്ന ഓരോ കാര്യങ്ങൾ. അതൊക്കെ കുറച്ചൊക്കെ എന്താ പറയുക, അദ്ദേഹം ഭരചന്ദ്രൻ IPS-ൽ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പക്ഷെ ഇന്നത്തെ സുരേഷ് ഗോപി കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയ ഒരു സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഏറെ സുരേഷ് ഗോപി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJP-യെ സംബന്ധിച്ചിട്ട് BJP 2026 ഭരണത്തിലൊന്നും എത്തിയില്ലെങ്കിൽ ഒരു 4-5 സീറ്റെങ്കിലും പിടിച്ച് കേരളത്തിൽ കഴിഞ്ഞ 10-30 വർഷക്കാലം അവർ ചെയ്തിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2026 വരാൻ വേണ്ടി പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ ആ സാധ്യതകളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ പോകരുത് എന്നാണ് സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പരാതിയൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ മനുഷ്യത്വത്തോടുകൂടി അവരോട് പെരുമാറാൻ വേണ്ടി പഠിക്കുക. കാരണം MP ആകുന്നതിന് മുമ്പുണ്ടായതൊരു സുരേഷ് ഗോപിയുണ്ട്, അതായത് രാജ്യസഭ MP ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു സുരേഷ് ഗോപിയുണ്ട്. ആ സുരേഷ് ഗോപിയിലേക്ക്
പാർട്ടിയിലേക്കെങ്കിലും തിരിച്ചു പോകാനായിട്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് സാധിക്കണം. അതല്ലാത്ത പക്ഷം ഈ സുരേഷ് ഗോപി മാത്രമല്ല വില നൽകേണ്ടി വരുന്നത്. കാരണം ഈ കേരളത്തിലെ BJP മൊത്തത്തിൽ തന്നെ വില കൊടുക്കേണ്ട അവസ്ഥ എത്തും. ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ഈ കെ സുരേന്ദ്രനൊക്കെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് പറയുമായിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനങ്ങളൊക്കെ എത്ര പക്വമായ പത്രസമ്മേളനങ്ങളാണ്. അതിനൊരു കാരണവുമുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് 100 കൂട്ടം പ്രശ്നങ്ങളാണ് തലക്കകത്ത് കിടക്കുന്നത്. ഒന്നാമത് തന്റെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ കസേര സംരക്ഷിച്ച് പിടിച്ച് നിർത്തേണ്ട ഒരു വലിയ ടെൻഷനുണ്ട്. ഈ കസേര എപ്പോൾ വേണേലും തെറിക്കാലോ. അപ്പൊ ഈ കസേര പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ഒരു ടെൻഷനുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷനകത്ത് ഇവർ സാമൂഹ്യ വിഷയങ്ങളെ ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് ഉള്ളതിനെ കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവര് ഒരു വിഷയം ആരെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിക്കുന്നു, അപ്പോൾ വായിൽ തോന്നിയത് അല്ലെങ്കിൽ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതപ്പം തന്നെ കൂടെ മറുപടി ആയിട്ട് പറയും. അപ്പോൾ അതൊക്കെ പിന്നീട് ട്രോളായിട്ട് മാറുകയും ഒക്കെ ചെയ്തൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇഷ്ടം പോലെ സമയമുണ്ട്, ഇരുന്ന് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുന്നുണ്ട്, പുസ്തകങ്ങൾ വായിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും, പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രസമ്മേളനമൊക്കെ വളരെ പക്വമായിട്ടുള്ള പത്രസമ്മേളനങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കലിംഗ് സംവാദം വിജയമാണോ പരാജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പരാജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണെങ്കിലും അത് നെഗറ്റീവ് ആയിട്ടുള്ള പരിണിത ഫലങ്ങളാണ് നൽകുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള BJP നേതാക്കന്മാർ ഈ കലിംഗ് സംവാദത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പണ്ട് തുടങ്ങി ഒരാൾ മാത്രമുള്ളപ്പോൾ, അതായത് അവരുടെ ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ ഒരാൾ മാത്രമുള്ളപ്പോൾ BJPയുടെ ഈ താമരക്കൊടിയും പിടിച്ച് നടന്നിട്ടുള്ള പ്രവർത്തകരുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തകരെ അവഗണിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും പുതിയ പുതിയ പ്രവർത്തകർ വരുമ്പോൾ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയും, എന്നാൽ പണ്ട് ഈ പാർട്ടി, ഈ BJP എന്ന് പറയുന്ന പാർട്ടി ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടിപിടിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകളെയൊക്കെ അവഗണിക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് ഈ BJPയുടെ പോസ്റ്ററുകളിൽ നിന്ന് കാവി നിറം അപ്രത്യക്ഷമായിരിക്കുന്നു. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് വെളുത്ത നിറമാണ് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും BJPയിലേക്ക് ആകർഷിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നിട്ടുള്ളത്. അല്ലാത്തത് വർക്കാവില്ല. ഇവിടെ കാവി കാണുമ്പോൾ തന്നെ ആളുകൾ വോട്ട് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനി താമരയുടെ കളർ കൂടി മാറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം BJP ഇപ്പോൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്ന ആരെയാണോ? ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടല്ല, ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് മൊത്തത്തോടെ എങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് ഈ BJP ഉള്ളത്. അപ്പോൾ ഈ BJPയെ സംബന്ധിച്ച് BJP അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളൊക്കെ സഫലമാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് തുടങ്ങി ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിശ്വാസം ആർജിക്കാതെ BJPക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അവരെപ്പോഴും അവിടെ ഒരു പ്രശ്നമായിട്ട് അവിടെ അവശേഷിക്കും. അപ്പോൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടും കൺസിഡർ ചെയ്തുകൊണ്ടും മാത്രമേ BJPക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് BJPയുടെ ബ്രാഞ്ച് കമ്മിറ്റി അല്ല, നമുക്ക് BJPയുടെ സംസ്ഥാന കമ്മിറ്റികൾ എടുത്തു നോക്കാം. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള പേരാണ് യുവമോർച്ച ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, അവിടെയൊക്കെ കേട്ടിട്ടുള്ള പേരാണ് MT രമേശ് ഉൾപ്പെടെയുള്ള കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെറുപ്പം മുതൽ ABVPയിലൂടെയും അതോടൊപ്പം യുവമോർച്ചയിലൂടെയും RSSലൂടെയും ഒക്കെ വന്നിട്ടുള്ള നേതാക്കന്മാരെ പരിഗണിക്കാതെ ഒരു സുപ്രഭാതത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ജമ്പ് ചെയ്ത് BJPയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുകയും പണ്ട് മുതൽ BJPക്കകത്തുനിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം തുടർന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ BJPയിൽ നിന്ന് കുറെ അധികം ആളുകൾ വിട്ടുപോകത്തൊന്നുമില്ല, അവർ സൈലന്റ് ആവും. അല്ല, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരുപാട് പേര്, ഒരുപാട് കമ്മിറ്റികൾ തന്നെ സൈലന്റ് ആയി പോയിട്ടുണ്ട്. ഒരു സ്ലീപ്പിംഗ് സ്റ്റേജിലുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ട്. ആദ്യമൊക്കെ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴത്തേക്ക് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇവരെ സ്വീകരിച്ചതെങ്കിലും തുടർന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ തന്നെ ഒരുപാട് മണ്ടത്തരങ്ങളും ഡയലോഗുകളും ഒക്കെ തന്നെ BJPയെ ഡാമേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചിട്ട് BJPക്ക് ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും പുതുതായിട്ട് വരുന്ന പ്രവർത്തകരെയും ഒക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ലീഡർഷിപ്പ് എന്നാണോ വരുന്നത് അന്ന് മാത്രമേ BJP കേരളത്തിൽ രക്ഷപ്പെടുത്തുള്ളൂ. BJPയെ സംബന്ധിച്ച് 2026 വലിയൊരു ലക്ഷ്യമൊന്നുമല്ല. പക്ഷെ ആ 2026 കേന്ദ്ര BJP നേതൃത്വം കരുതുന്നത് പോലെ ഒരു മിനിമം ഒരു 5 സീറ്റെങ്കിലും നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് BJP നേതൃത്വത്തിന്റെ വലിയ പരാജയമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പല നിയോജക മണ്ഡലത്തിലും ജനങ്ങളെ സ്വാധീനിക്കാൻ, അത് BJPയുടെ വോട്ട് സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് വോട്ട് കച്ചവടം നടത്തുന്നുണ്ട്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും, എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും, എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണത് വോട്ട് കച്ചവടം. ഈ വോട്ട് കച്ചവടത്തെ കുറിച്ച് നമ്മൾ വെറുതെ പറയുന്നതല്ല. ശ്രദ്ധിച്ചു നോക്കൂ, ചില ആളുകളുടെ ആരുടെ പേരെടുത്ത് പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്ഥാനാർത്ഥികൾ
പർട്ടിക്കുലർ ആയിട്ട് ആ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാൽ നല്ല വോട്ട് കിട്ടും. പക്ഷെ അവർ മാറിയിട്ട് മറ്റൊരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ വോട്ട് നേർ പകുതിയാവും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള BJP നേതാക്കന്മാരുണ്ട്. അത് പണ്ട് തുടങ്ങി അവർ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവർക്ക് സ്വീകാര്യതയുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ നാളെ എനിക്കതൊരു പണിയാകുമോ എന്ന് ചിന്തിക്കുന്ന BJPയുടെ ലീഡർഷിപ്പ് ഇത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട്. പ്രത്യേകിച്ച് BJP മാത്രമല്ല, കോൺഗ്രസിനകത്ത് CPM-നകത്തും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തനിക്കൊരു പണിയാകുമോ എന്ന് കരുതിയിട്ടാണ് ഈ ലീഡർഷിപ്പ് ഇവരെ പതുക്കെ മാറ്റി നിർത്തിയിട്ട് മറ്റു പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ വരുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് അവസരം കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ അവർക്ക് അവസരം കൊടുക്കുന്നതോടൊപ്പം തന്നെ നിലവിൽ പാർട്ടിക്ക് അകത്തുള്ള ആളുകളെ കൂടെ പരിഗണിക്കണ്ടേ? പല BJP നേതാക്കന്മാരോട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് BJPയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കൊടുക്കുന്നു. പക്ഷെ പാർട്ടിക്കകത്ത് പണ്ട് തുടങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ആളുകൾക്കും അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. അതിനെക്കുറിച്ചാണ് BJP പുനഃപരിശോധിക്കേണ്ടത്. BJP അങ്ങനെ പുനഃപരിശോധിക്കാതെ സുരേഷ് ഗോപിയുടെ കലിംഗ സംവാദത്തിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ BJPക്ക് ഉണ്ടെങ്കിൽ അത് വിഡ്ഢികളുടെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് പറയാനുള്ളൂ. കാരണം ആ കലിംഗ സംവാദത്തിലൂടെയൊക്കെ ഒരുപാട് BJP പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതല്ലെങ്കിൽ ഈ കലിംഗ സംവാദമൊക്കെ കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ ടച്ചിലേക്ക് മാറ്റണം. ഈ കലിംഗ സംവാദത്തിന്റെ ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങൾ മൊത്തം ഒരു ചാർട്ടാക്കി മാറ്റിയിട്ട് ഒരു പ്രോഗ്രാം പോലെ തന്നെ ഇത് ഷെഡ്യൂൾ ചെയ്യണം. സുരേഷ് ഗോപി മാത്രമല്ലാത്ത നേതാക്കളും പങ്കെടുക്കണം, മറ്റു നേതാക്കന്മാരെയും പങ്കെടുപ്പിക്കണം, പ്രാദേശിക നേതാക്കന്മാരെയും പങ്കെടുപ്പിക്കണം. പക്ഷെ ഇതിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവിനെ പോലെ എഴുന്നള്ളി വരുന്നു, കലിങ്കിലിരിക്കുന്നു, കലിങ്കിലിരുന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സിനിമാ ഡയലോഗുകൾ തട്ടിവിടുന്നു, എണീറ്റ് പോകുന്ന സമയത്ത് കപ്പയും ബീഫും കഴിക്കുന്നു, അതിന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു വലിയ ട്രോളാണ്, പൊളിറ്റിക്കൽ സറ്റയറിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിട്ട് സുരേഷ് ഗോപി ഈ ഭരചന്ദ്രൻ IPS നിന്നൊക്കെ വിട്ടിട്ട് ഒരു സാമൂഹിക പ്രവർത്തകനായി ഇപ്പൊ വിഴിഞ്ഞൻ സമരത്തിനൊക്കെ നായകത്വം വഹിച്ചൊരു സുരേഷ് ഗോപിയുണ്ട്. ആ സമയത്ത് സുരേഷ് ഗോപിയായിട്ട് കേരള സംസ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ BJPക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ കലിംഗ സംവാദവും സുരേഷ് ഗോപിയും BJPയുടെ അന്ത്യം കേരളത്തിൽ കുറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട.